ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC വടക്കാഞ്ചേരി RTO ഓഫീസിന് മുന്നിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്ന ഉത്തരവിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് VR ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് TS മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. INTUC മണ്ഡലം പ്രസിഡന്റ് KH സിദ്ദിഖ്, മണ്ഡലം ഭാരവാഹികളായ സിനീഷ് KK, പോൾ തൈക്കാടൻ, വിജയൻ പാർലിക്കാട്, അബ്ദുൽ കലാം, KM അബ്ദുൾ റഹ്മാൻ, രവി CA, സൈമൺ AA, രമേശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ദുബായ് ഗതാഗത കമ്മീഷൻ ഉത്തരവ് മാതൃകയാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സംസ്ഥാന ഗതാഗത കമ്മീഷണർ ദുബായ് സന്ദർശിച്ച് അവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ പഠിക്കണമെന്നും ഓട്ടോ തൊഴിലാളികളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടരുതെന്നും ബിജു ഇസ്മായിൽ ആവശ്യപ്പെട്ടു. 7.5 ലക്ഷത്തോളം വരുന്ന ഓട്ടോ തൊഴിലാളികളെ അനിശ്ചിതകാല സമരത്തിലേക്ക് തള്ളിവിടരുതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശാസ്ത്രീയമല്ലാത്ത ഫയർ മീറ്റർ ഉത്തരവ് റദ്ദാക്കുക, നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഫയർ മീറ്റർ നിരക്കുകൾ പുനർനിർണയിക്കുക, ഓട്ടോ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ കൂടുതൽ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. സംസ്ഥാനത്ത് നിലവിൽ പുതുക്കിയ ഫയർ മീറ്റർ സർക്കുലറിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്ധനവില വർധനവ്, ജീവിത ചെലവ് വർധനവ് എന്നിവ കണക്കിലെടുക്കാതെയാണ് പുതിയ സർക്കുലർ നടപ്പാക്കിയതെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ ഇന്ന് നാം കൂടിയിരിക്കുന്നത് ഗതാഗത ഗവർണറുടെ ഒരു ഉത്തരവ് സംബന്ധിച്ചാണ്. അധ്യക്ഷ പ്രസംഗത്തിലും മുഖ്യപ്രഭാഷണത്തിലും നമ്മുടെ നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നതിനെക്കുറിച്ച്. ഈ ഗതാഗത ഉത്തരവ് ഇതിൽ പറയുന്ന ഏറ്റവും വലിയ ഒരു തമാശ എന്തെന്നാൽ, ദുബായ് ഓട്ടോറിക്ഷ ഫെയർ മീറ്ററിൻ്റെ ദുബായ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കി വന്നതനുസരിച്ച് പ്രാദേശികമായിട്ടുള്ള കേരളത്തിലെ ഗ്രാമങ്ങളിലും ടൗണുകളിലും എല്ലാം ഒരേപോലെ ആക്കുന്ന ഒരു ഉത്തരവാണ്. പ്രിയപ്പെട്ട ഗതാഗത കമ്മീഷണർ ഒന്ന് ദുബായ് പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടുത്തെ റോഡുകളുടെ വികസനവും അവിടുത്തെ ഫെസിലിറ്റികളും അവിടുത്തെ ടൗൺഷിപ്പായാലും ഉൾപ്രദേശങ്ങളിലായാലും ഉള്ള എല്ലാ മേഖലകളും ഒന്ന് വിസിറ്റ് ചെയ്ത് വന്നതിന് ശേഷം ആ ഫെസിലിറ്റികൾ നമ്മുടെ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ ഇവിടുത്തെ മീറ്റർ വെച്ച് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിശകലനം നടത്തിയതിന് ശേഷം ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും. എന്താ ദുബായിയുടെ റോഡുകളുടെ സ്ഥിതി, എന്താ നമ്മുടെ റോഡുകളുടെ സ്ഥിതി? ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ വാഹനം ഓടിച്ച് കുടുംബം പുലർത്തുന്ന എല്ലാവരെയും ഇന്ധനത്തിൻ്റെ വില വർധനവ്, ടാക്സ് വില വർധനവ്, അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ വില വർധനവ്, എല്ലാ വില വർധനവും, അതുകൂടാതെ തന്നെ ടൗൺഷിപ്പിൽ നടപ്പാക്കുന്ന ഒരു മീറ്റർ സംവിധാനം എങ്ങനെ ഗ്രാമങ്ങളിലെ അവസ്ഥകളിൽ നടപ്പിലാക്കാൻ സാധിക്കും? ന്യൂസ് ഡെസ്ക് CCV.